Hey guys, welcome back to NK. So guys, അപ്പോൾ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ട ആ ഒരു പോസ്റ്ററാണ്. സോ ആ ഒരു പോസ്റ്റർ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. സോ അതിനോട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. സോ ഗൈസ്, ഞാനിപ്പോൾ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്കാണ് 4:5 റേഷ്യോയിലാണ് ഞാനിപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു റെക്റ്റാങ്കിൾ ഇതേപോലെ ആഡ് ചെയ്യുക. അത് നമ്മൾ എന്ത് ചെയ്യുക, ഫിൽ സ്ക്രീൻ ചെയ്യുക. ദെൻ അതിൻ്റെ കളർ വന്ന് ഞാനിപ്പോൾ ഒരു വൈറ്റ് കളറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏതൊരു കളറാണോ താല്പര്യം ആ ഒരു കളർ എടുക്കുക, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കളർ. ദെൻ ഞാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മീഡിയയിലേക്ക് വന്ന ശേഷം ഇതുപോലൊരു ഫോട്ടോ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, ദെൻ നമുക്ക് ഇതൊന്ന് വെക്ടർ ആർട്ട് ചെയ്തെടുക്കണം. അല്ല, വെക്ടർ ആർട്ട് അല്ല, നമ്മൾ ആ ഒരു കട്ട് ചെയ്ത് ആ ഒരു ഹെഡ് മാത്രം നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. സോ നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് വൈപ്പ് ടൂൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഷർട്ടിൻ്റെ ആ ഒരു ജേഴ്സിയുടെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് കളയുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഹെഡ് മാത്രം നിങ്ങൾ വെക്ടർ ഡ്രോയിങ് ചെയ്തിട്ട് കറക്റ്റായി സെറ്റ് ചെയ്യുക. സോ ഞാനിപ്പോൾ വന്ന് വെക്ടർ ഡ്രോയിങ് ആണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്ടർ ഡ്രോയിങ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മളിത് ഈ ഒരു കഴുത്തിൻ്റെ പോർഷന് താഴേക്ക് ഒരു ഏകദേശം ആക്യുറേറ്റ് ആയിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. സോ ഞാനത് കട്ട് ചെയ്യുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നല്ല ടൈം എടുത്ത് അത്യാവശ്യം ആക്യുറസിയിൽ നല്ല വൃത്തിക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, സോ ഞാനിപ്പോൾ വന്ന് അത് ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് വെക്ടർ ഡ്രോയിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ ആ ഒരു ഷേപ്പ് സെലക്ട് ചെയ്തിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വരാം, മാസ്കിൽ മാസ്ക് കൊടുക്കുക. സോ ഈ ഒരു രീതിക്കാണ് ഞാനത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മൾ ആ ഒരു 2 ലെയറും കൂടെ സെലക്ട് ചെയ്ത് ജസ്റ്റ് ഇതേപോലെ ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഇമേജ്, ആ ഒരു PNG ഇമേജ് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് സെറ്റ് ചെയ്യുന്നത്. സോ അതിനുവേണ്ടി ആ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ ആഡ് എഫക്ട്സിൽ കളർ ആൻഡ് ലൈറ്റിൽ സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് ഫുൾ -100ലേക്ക് സാച്ചുറേഷൻ സെറ്റ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പ്രോസസ്സ് പറയുന്നത്. ദെൻ നിങ്ങൾക്ക് അത് എവിടത്തേക്കാണോ മൂവ് ചെയ്യേണ്ടത് ആ ഒരു രീതിക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, കറക്റ്റ് സെൻറ്റർ ആക്കുക. അതുപോലെ സൂം ടൂളൊക്കെ യൂസ് ചെയ്ത് കറക്റ്റ് സൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ദെൻ അഗെയിൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിലേക്ക് വന്ന ശേഷം അടുത്തൊരു ഇമേജ് ഇതേപോലെ കറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു പോസ്റ്ററിൻ്റെ ഐഡിയ എനിക്ക് കിട്ടിയത് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അല്ലാണ്ട് എൻ്റെ സ്വന്തം ഐഡിയ ഒന്നുമല്ല. ഞാൻ പിൻട്രസ്റ്റ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ കുറേ അധികം പോസ്റ്ററും കാര്യങ്ങളൊക്കെ കാണുന്നതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യാമെന്ന് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അല്ലാണ്ട് ഇതിൻ്റെ ഐഡിയ ഫുള്ള് ഞാനല്ല, ഇതിൻ്റെ ക്രെഡിറ്റ് ഒന്നും എനിക്കല്ല, ഇതാര് ചെയ്തതുപോലെ എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. സോ ഞാനിപ്പോൾ ആ ഒരു രണ്ടാമത്തെ ഇമേജ് ഇതേപോലെ കറക്റ്റായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എഫക്ട്സും കാര്യങ്ങളും ആഡ് ചെയ്യണം രണ്ടാമത്തെ ഇമേജിലേക്ക്. സോ അതിനുവേണ്ടി ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്തത് വൈപ്പ് എഫക്റ്റ് ആണ്. വൈപ്പ് എഫക്റ്റ് ആഡ് ചെയ്തിട്ട് ആ ഒരു ജേഴ്സിയുടെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. അതായത് ആംഗിൾ വന്ന് 90 ഡിഗ്രി ആക്കിയിട്ട് എൻഡ് പോർഷൻ വന്ന് കുറച്ചൊന്ന് കൂട്ടുക. അതായത് ഞാൻ ഇപ്പോൾ ഒരു 83-84 റേഞ്ചിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അടുത്തതായിട്ട് ഞാൻ ഒരു സോഫ്റ്റ് ഗ്ലോ ആണ്, ആ ഒരു ഫേസിനൊന്ന് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ് ഗ്ലോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് വാല്യൂ. ആ ഡിഫ്യൂഷൻ മാത്രം 0ലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇതിൽ കൊടുത്തിട്ടുള്ള വാല്യൂ തന്നെയാണ്, സ്റ്റാൻഡേർഡ് സെറ്റിങ്സിൽ കൊടുത്തിട്ടുള്ള വാല്യൂ തന്നെയാണ്. ദെൻ നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്തത് ഷാർപ്പനാണ്. ഷാർപ്പൻ വന്നത് 0.03, ചെറിയൊരു ഷാർപ്പൻ സ്ട്രെങ്ത്തും അതുപോലെ റേഡിയസ് ഒന്ന് ഫുള്ളും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ള സെറ്റിങ്സ്. ഇനി നമുക്ക് അടുത്തൊരു ഒരു PNG ആഡ് ചെയ്യണം. സോ അത് ഇതേപോലെ ഈ ഒരു പോർഷനിലായിട്ട് ആഡ് ചെയ്യുക. നമ്മുടെ ആ ഒരു ഹെഡിൻ്റെ ആ ഒരു പോർഷൻ കവർ ചെയ്യുന്ന രീതിക്ക് കറക്റ്റായി അറേഞ്ച് ചെയ്ത് സെറ്റ്. സോ ഞാനിപ്പോൾ വന്ന് ഈ ഒരു റേഞ്ചിൽ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ നിങ്ങളും ഇതേപോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ആ ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഫുള്ളായി കാണിക്കാച്ച ഒരുപാട് ടൈം എടുക്കും. നിങ്ങൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് കവർ ചെയ്യുന്ന രീതിക്ക് ഇതേപോലെ കറക്റ്റായി അഡ്ജസ്റ്റ് ചെയ്യുക. സൂമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. അതിൻ്റെ വാല്യൂസ് ഒന്നും നമുക്കിപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ സാധിക്കില്ല, കാരണം ഓരോ രീതിക്കായിരിക്കും ഓരോ ആൾക്കാർ എടുക്കുന്നത്. സോ ആ ഒരു ഇമേജ് ഫസ്റ്റ് നമ്മൾ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആഡ് ചെയ്യുക. ദെൻ അതിൻ്റെ ആ ഒരു ഹെഡ് പോർഷൻ കവർ ചെയ്തുകൊണ്ട് നമ്മൾ അടുത്തൊരു ഇമേജ് ഈ ഒരു ഇമേജ് ആഡ് ചെയ്യുക. ദെൻ അടുത്ത് ഈ ഒരു ഇമേജ് ആഡ് ചെയ്യാം. ടോട്ടൽ 3 ഇമേജസാണ് എടുത്തിട്ടുള്ളത്. ദെൻ നമ്മൾ ഫസ്റ്റത്തെ ഇമേജ് വന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി കൊടുത്തു. ദെൻ ബാക്കിയുള്ളതിലൊക്കെ എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഈ ഒരു ഇതിലുള്ള എഫക്ട്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നു. ദെൻ സെയിം എഫക്ട്സ് തന്നെയാണ് നമ്മൾ ഇതിലും ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ സോഫ്റ്റ് ഗ്ലോയുടെ വാല്യൂ ഒന്ന് കുറച്ചിട്ടുണ്ട്. അതായത് ഡിഫ്യൂഷൻ 0 തന്നെയാണ്. ബ്രൈറ്റ്നസ് 100 അല്ല, ഒരു 65ലേക്ക് കുറച്ചിട്ടുണ്ട്. 100 എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഗ്ലോ വരുന്നതുകൊണ്ട് ഒരു 65ലേക്ക് നമ്മൾ കുറച്ചിട്ടുണ്ട്. ദെൻ ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു റെക്റ്റാങ്കിളാണ്, ചെറിയൊരു റെക്റ്റാങ്കിൾ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ അതിൻ്റെ കളർ വൈറ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാത്തത്. ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു വൈറ്റ് റെക്റ്റാങ്കിളാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഞാൻ ഇപ്പോൾ അത് റെഡാക്കി എന്താ വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. സോ ആ റെക്റ്റാങ്കിൾ ആഡ് ആക്കിയിട്ട് നമ്മൾ വൈപ്പ് എഫക്റ്റിൽ വരാം. വൈപ്പ് എഫക്റ്റിൽ വന്നിട്ട് ആംഗിൾ വന്ന് 90 ആക്കിയിട്ട് സ്റ്റാർട്ടിൻ്റെ വാല്യൂ ഒന്ന് കുറക്കുക. അതായത് ഒരു 45ലേക്കൊക്കെ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ,
45ലേക്ക് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഫെദർ ഒന്ന് ഇൻക്രീസ് ചെയ്യുക. ഒരു 46-45ലേക്ക് ചെറിയൊരു ഫെദർ ഇതേപോലെ ഇൻക്രീസ് ചെയ്തിട്ട് അതിൻ്റെ കളർ നമ്മൾ വൈറ്റ് ആയി കൊടുത്താൽ നമുക്ക് ആ ഒരു എൻഡ് പോർഷൻ ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടും. അതായത് ഒരു ബ്ലെൻഡായി കിട്ടും, ബാക്ക്ഗ്രൗണ്ടായിട്ട് ആ ഒരു ഇമേജ് ഒന്ന് ബ്ലെൻഡായിട്ട് കറക്റ്റായിട്ട് ഇതേപോലെ കിട്ടും. ഇനി നമുക്കിതിലേക്ക് അലക്സാണ്ടർ അർണോൾഡ് എന്നുള്ള ആ ഒരു ടെക്സ്റ്റാണ് കൊണ്ടുവരേണ്ടത്. സോ ആ ഒരു ടെക്സ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റിൽ വന്ന ശേഷം നമ്മളിതാ ഈ ഒരു ടെക്സ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ടെക്സ്റ്റിൻ്റെ നെയിം കാലിഫോർണിയ എന്നാണ്. ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾ ഡാഫോണ്ട് പോലുള്ള വെബ്സൈറ്റിൽ നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അതിൽ ഇതിൻ്റെ PNGസും കാര്യങ്ങളൊക്കെ യൂട്യൂബിലും ഉണ്ട്. അതായത് യൂട്യൂബിൽ ഫുട്ബോളേഴ്സ് PNGs അടിച്ചാൽ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയി ഡൗൺലോഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റാ പോസ്റ്റിന് ഡൗൺലോഡ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് അങ്ങനത്തെ വെബ്സൈറ്റിലൊക്കെ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തും യൂസ് ചെയ്യും. സോ ഈ ഒരു ടെക്സ്റ്റ് നിങ്ങൾ ഇതേപോലെ ആഡ് ചെയ്യുക, ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. ദെൻ അടുത്തൊരു അതായത് സെയിം ഫോണിൽ തന്നെയാണ് രണ്ടും കൊടുത്തിട്ടുള്ളത്, ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് എന്നുള്ളത്. അത് ഒന്നാമത്തെ ടെക്സ്റ്റ് ട്രെൻഡ് എന്നുള്ളത് കുറച്ച് സൂം ചെയ്ത് ഇതേപോലെ സെറ്റ് ചെയ്യുക. ദെൻ അർണോൾഡ് എന്നുള്ളതും ഇതേപോലെ സെറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു രീതിക്കാണ് ഈ ഒരു പോസ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും അഡീഷൻ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാം. അതായത് ക്ലബിൻ്റെ ലോഗോ അല്ലെങ്കിൽ സൈഡിൽ എന്തെങ്കിലും ടെക്സ്റ്റ്, അതുപോലെ അതൊക്കെ ഓവർലേസ് കാര്യങ്ങൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ദെൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇത് നമ്മൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കറണ്ട് ഫ്രെയിം ആസ് PNG എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ സേവ് ചെയ്യുക. ദെൻ നിങ്ങൾ നേരെ ലൈറ്റ് റൂമിലോ സ്നാപ്ചാറ്റിലോ ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ പോയിട്ട് ഈ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് കളർ ഗ്രേഡ് ചെയ്യുക. ആ ഒരു കളർ ഗ്രേഡ് ചെയ്ത ഫോട്ടോ ആണ് നമ്മൾ നേരത്തെ പ്രിവ്യൂവിൽ കണ്ടത്. ഓക്കെ, സോ ആ ഒരു കളർ ഗ്രേഡിങ്ങിൻ്റെ ട്യൂട്ടോറിയലും ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. സോ നിങ്ങൾക്ക് അല്ലാണ്ട് തന്നെ കളർ ഗ്രേഡ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലൈറ്റ് റൂമിൽ പോയിട്ട് കളർ ഗ്രേഡ് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലുള്ള വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.